പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയാണ് കേട്ടോ ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. വിക്രമും വേദയും എല്ലാ അർത്ഥത്തിലും ഭാര്യാഭർത്താക്കന്മാരായി ഒന്നിച്ചു എന്ന് തന്നെ പറയാം. വെറും ഒരു ഭാര്യാഭർത്താവ് എന്നതിനപ്പുറം അവർക്കിടയിൽ ആ ഒരു പ്രണയം പൂത്തിരുന്ന കുറച്ച് നിമിഷങ്ങളാണ്, കുറച്ച് നല്ല മുഹൂർത്തങ്ങളാണ് ഇനി നമ്മൾ ഉടനീളം കാണാൻ പോകുന്നത്. കൂടെ ശ്രീകാന്തിന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ വിക്രം കൈയോടെ പൊക്കും. അവനിട്ട് നല്ല 8ന്റെ പണി തന്നെ വരാൻ പോകുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ വേദ വിക്രമിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. വിക്രം, ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ കാരണം ആ ശ്രീകാന്ത് തന്നെയാണ്. എൻ്റെ സ്വന്തം ഏട്ടനായ ശ്രീകാന്ത് എന്നെ ചതിച്ചതാണ്. വിക്രമിൻ്റെ അച്ഛനെ വകവരുത്തുമെന്ന് അവൻ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ വിക്രമിന് അങ്ങ് നിയന്ത്രണം വിട്ടിട്ട് വിക്രമിന് അങ്ങ് ദേഷ്യം വരികയാണ്. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വിക്രം അങ്ങ് ചാടി എഴുന്നേറ്റു. ഇന്ന് തന്നെ ഞാൻ അവനെ വെറുതെ വിടില്ല, അവൻ്റെ ആ അഹങ്കാരം ഞാൻ ഇന്ന് തന്നെ തീർത്തു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങ് ചാടി എഴുന്നേക്കാണ്. എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയല്ലേ അവനെ? 3-4 ദിവസം അച്ഛനെ മയക്കി കെടുത്തിയിട്ടും പോരാഞ്ഞിട്ട് ഇപ്പം ദാ കൊല്ലാൻ വന്നിരിക്കുന്നു. അവൻ ഞാൻ ഇന്ന് തന്നെ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങ് ദേഷ്യം കൊണ്ട് വിറച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വേദ വിക്രമിൻ്റെ കയ്യിലങ്ങ് കയറി പിടിച്ചു. വിക്രം, വേണ്ട വിക്രം, പ്ലീസ്. വിക്രം എന്താ ഈ കാണിക്കുന്നത്? ഇപ്പോൾ പോയി പ്രശ്നമുണ്ടാക്കിയ പോലീസ് വിക്രത്തെ പിടിക്കും. പിന്നെ നമുക്ക് ഈ കള്ളത്തരങ്ങളൊന്നും തന്നെ തെളിയിക്കാനും പറ്റില്ല. ശ്രീയേട്ടനും മംഗളിനും ഇതിലൊക്കെ പങ്കുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവരണം. അതിന് വിക്രം ഇപ്പോൾ ഇവിടെ അടങ്ങിയിരുന്നേ പറ്റൂ. വേദ എത്ര പറഞ്ഞിട്ടും വിക്രം കേൾക്കാനൊന്നും കൂട്ടാക്കിയില്ല. എനിക്ക് പറ്റില്ല വേദ, എൻ്റെ അച്ഛനെ തൊട്ടവനെ ഞാൻ വെറുതെ വിടില്ല. വിക്രം വാതിൽ തുറന്ന് പോവാൻ നോക്കിയപ്പോൾ വേദ ബലമായി തന്നെ അവനെ അങ്ങ് പിടിച്ചു വലിച്ചു. ആ വലിയിൽ വിക്രം അങ്ങ് പുറകോട്ട് വന്നതും വേദ വിക്രമിന്റെ നെഞ്ചിലേക്ക് അങ്ങ് വീണു. പെട്ടെന്ന് ഒരു നിശബ്ദത. വിക്രം വേദയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. വേദക്കും എന്തോ ഒരു മാറ്റം തോന്നി. ഇത്രയും കാലം ഉള്ളിലടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇഷ്ടം പെട്ടെന്ന് പ്രണയമായി തന്നെ പുറത്തേക്ക് വരികയായിരുന്നു. വിക്രം പതുക്കെ വേദയുടെ മുഖത്തോടങ്ങ് അടുപ്പിച്ചു പിടിച്ചു. എന്നിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. വേദ എതിർത്തതുമില്ല. അവളും അത് ആഗ്രഹിച്ചതുപോലെ തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നായി മാറുകയാണ് ആ നിമിഷം. അവരുടെ ഉള്ളിലെ ആ ഒരു സ്നേഹം മുഴുവൻ അവിടെ അങ്ങ് നിറഞ്ഞു നിന്നു. സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് പോലും അവർക്കിടയിൽ ഒരു അകൽച്ചയുണ്ടായിരുന്നു. പണ്ട് അച്ചമ്മ അവർക്ക് വേണ്ടി മുറിയൊക്കെ ഒരുക്കിയപ്പോൾ അത് ശരിക്കും ഒരു കീരിയും പാമ്പും പോലെയായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. അവർ രണ്ടുപേരും ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും അവരങ്ങനെ ഭാര്യാഭർത്താക്കന്മാരായി മാറി. പിറ്റേന്ന് രാവിലെ നാഗർകോവിലിലേക്ക് പോവാൻ ജോണിയും രാജേട്ടനുമൊക്കെ റെഡിയായിരുന്നു. അവിടെ എവിടെയോ പുളിക്കനുണ്ട് എന്ന വിവരം അവർക്ക് കിട്ടി. വാസവന്റെ വിശ്വസ്തനായ ജോണിയും കൂടെയുണ്ട്. പക്ഷേ ജോണി ഒരു പക്ക ചാരനാണ് എന്ന കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അവൻ ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്നും പണമെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നുണ്ട്. സത്യങ്ങൾ പുറത്തറിഞ്ഞാൽ വാസവൻ തങ്ങളെ വെറുതെ വിടില്ല എന്ന് ചന്ദ്രശേഖരനും ശ്രീകാന്തിനും നല്ല പേടിയുണ്ട്. ജോണി പോകുന്നതിന് മുൻപ് തന്നെ ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞങ്ങൾ നാഗർകോവിലിലേക്ക് പോവാണ്. പുളിക്കനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. അന്നേരം ചന്ദ്രശേഖരൻ കൊടുത്ത നിർദ്ദേശം ഒന്നേയുള്ളൂ. അവനെ കിട്ടിയ ആരും അറിയാതെ ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതിയെന്ന്. രാജനോ ജോസഫോ ഒന്നും തന്നെ ഈ കാര്യം അറിയരുത്. അവൻ വാസവന്റെയോ ശ്രീനിവാസന്റെയോ അടുത്തേക്ക് എത്തിയാൽ നമ്മുടെ കളി അങ്ങ് തീരും. ഇതേ സമയം വേദ കോടതിയിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. വിക്രത്തെ രക്ഷിക്കാനുള്ള തെളിവുകളൊക്കെ ശേഖരിക്കണം. പക്ഷേ ഇപ്പോൾ വേദക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. വീട്ടിൽ വരുമ്പോൾ പഴയതുപോലെ തന്നെ 2 കട്ടിലെല്ലാവരും കിടക്കുന്നത് ഒരേ കട്ടിൽ തന്നെയായിരിക്കും. അവർ ആ കൊച്ചുമുറിക്കുള്ളിൽ ശരിക്കും ഒരു ഹണിമൂൺ ആഘോഷിക്കുകയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആ മുറിക്കുള്ളിൽ അവൾ അത്രമാത്രം സന്തോഷത്തിലായിരിക്കും. വിക്രത്തിനെയും വേദയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പോലും ആ ഒരു സന്ദർഭത്തിൽ തോന്നിപ്പോവും. അപ്പുറത്ത് നാഗർകോവിലിൽ വെച്ച് പുളിക്കനെ കുറിച്ചുള്ള വിവരം ജോണിക്ക് കിട്ടി. അവൻ ഉടനെ തന്നെ ഈ കാര്യം ചന്ദ്രശേഖരനെ വിളിച്ചറിയിച്ചു. പുളിക്കനെ കണ്ടുപിടിച്ചു, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നത് ഒരു കാരണവശാലും അവൻ മിസ്സാവരുത്. പക്ഷേ രാജേട്ടന് ജോണിയെ പണ്ടേ തന്നെ സംശയമായിരുന്നു. അവൻ മാറി നിന്ന് ഫോൺ വിളിക്കുന്നതൊക്കെ രാജേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജോസഫെ, എനിക്ക് അവൻ അത്ര വിശ്വാസമില്ല. പൈസക്ക് വേണ്ടിയിട്ട് അവൻ എന്തു ചെയ്യും? നമ്മളെ ചതിക്കാൻ പോലും അവൻ ചാൻസ് ഉണ്ട്. പുളിക്കനെ ഇവൻ എങ്ങോട്ടേക്കോ കടത്താൻ നോക്കുന്നുണ്ടെന്നാ എനിക്ക് സംശയം. രാജേട്ടൻ ആ ഒരു സംശയം പറഞ്ഞു. ജോസഫ് ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് രാജേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് ജോണിയെ നിരീക്ഷിക്കാൻ അവനും തീരുമാനിച്ചു. ജോണിയിൽ നിന്നും വിവരം അറിഞ്ഞ ചന്ദ്രശേഖരൻ ആവേശത്തോടു കൂടി തന്നെ ശ്രീകാന്തിനെ വിളിച്ചു. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നുണ്ട്. പുളിക്കനെ ജോണി ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഇത് കേട്ട് ശ്രീകാന്തിന് സമാധാനമായി. അവൻ വാസവന്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ വിക്രം നിരപരാധിയാണെന്ന് തെളിയും. നമ്മൾ അകത്താവും. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഒളിപ്പിക്കണം. ചന്ദ്രശേഖരൻ അവനെ ആശ്വസിപ്പിച്ചു. അതേസമയം ശങ്കരനാരായണൻ വേദയെ വിളിച്ചിട്ട് മറ്റൊരു കാര്യം പറയുകയായിരുന്നു. മോളെ, വിക്രമുമായി നിനക്കിപ്പോൾ ബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? ദർശനുമായിട്ടുള്ള ആലോചന വീണ്ടും അങ്ങ് തുടങ്ങിയാലോ? ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുൻപ് നിന്റെ കല്യാണം കാണണം. ഇത് കേട്ടപ്പോൾ വേദ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അവളിപ്പോൾ പൂർണ്ണമായും വിക്രമിൻ്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണത്തിനൊന്നും തന്നെ താല്പര്യമില്ല എന്ന് പറയാണ് വേദ. എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട് അച്ഛാ, വേദ കടുപ്പിച്ചെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ശങ്കരനാരായണൻ വിട്ടില്ല.
ഒന്ന് വാക്ക് ഉറപ്പിച്ചെങ്കിലും വെക്കാമോളെ. അന്നേരം വേദ അത് സമ്മതിച്ചില്ല. ദർശന്റെ അച്ഛനും ഒരു വില്ലനാണെന്ന് വേദക്കറിയാം. തൻ്റെ ഭർത്താവ് വിക്രമാണെന്നും അവനെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടേക്കും പോകില്ല എന്ന് വേദ മനസ്സിൽ ഉറപ്പിച്ചു. വേദയുടെ ഈ ഒരു മാറ്റം കണ്ടപ്പോൾ ശങ്കരനാരായണന് എന്തോ ഒരു സംശയം തോന്നി. ഇവളിപ്പോൾ വിക്രമുമായി അടുപ്പത്തിലാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നാഗർകോവിലിൽ വെച്ചുകൊണ്ട് തന്നെ ജോണി പുളിക്കനെ പിടിക്കാൻ നോക്കിയെങ്കിലും രാജേട്ടനും അനിയൻകുട്ടനും ചേർന്നുകൊണ്ട് തന്നെ അവനെ തന്ത്രപരമായി തന്നെ രക്ഷിച്ചു. പുളിക്കൻ കോടതിയിൽ മൊഴി നൽകിയാൽ മാത്രമേ വിക്രത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവർക്കറിയാമായിരുന്നു. വീട്ടിലേക്ക് എത്തിയ വേദയോട് വിക്രം പറഞ്ഞു, വേദ, എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് മടുത്തു, ഭയങ്കര ബോറടിക്കുന്നു. വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല വിക്രം, കുറച്ച് ദിവസം കൂടി സഹിച്ചേ പറ്റൂ. എനിക്ക് കോടതിയിൽ പോവേണ്ടേ, തിരക്കുണ്ട് എന്നൊക്കെ പറയും. വിക്രം പതുക്കെ വേദയങ്ങ് ചേർത്ത് പിടിച്ചൊരു ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. മുറിയിൽ അവരുടെ സംസാരം കേട്ട് ശ്രീകാന്ത് പതുക്കെ വാതിലങ്ങ് തള്ളി നോക്കി. വാതിൽ കുറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിലൊരു ഫ്ലവർ വേസുമായി വിക്രത്തെ അടിക്കാൻ ശ്രീകാന്ത് അങ്ങ് പാഞ്ഞു കയറി. പക്ഷേ വിക്രം ഒരു ഉഗ്രൻ ചവിട്ടങ്ങ് കൊടുത്തു വെക്കുകയാണ്. ശ്രീകാന്ത് അങ്ങ് തെറിച്ചു വീഴു. ഒച്ച കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിക്കൂടി. വിക്രം ശ്രീകാന്തിനെ ഇട്ട് ചവിട്ടുന്നത് കണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. ശ്രീകാന്തിനെ അടിക്കാനോങ്ങിയ ഫ്ലവർ വേസ് തന്നെ എടുത്ത് വിക്രം അവൻ്റെ തലക്കടിക്കാൻ നോക്കിയപ്പോൾ വേദ ഓടി വന്നതങ്ങ് തടഞ്ഞു. ശങ്കരനാരായണൻ ദേഷ്യത്തോടെ വന്ന് ചോദിക്കുന്നുണ്ട്, വിക്രം, നീ എന്താ ഈ കാണിക്കുന്നത്? നീ എങ്ങനെ ഇവിടെ വന്നു? അന്നേരം വേദ പറയുന്നുണ്ട്, അച്ഛൻ ഇവനോട് ദേഷ്യപ്പെടേണ്ട, ശ്രീയേട്ടന് കിട്ടാനുള്ളത് ഇനിയും ബാക്കിയുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. അച്ഛനെ കൊല്ലാൻ നോക്കിയതും എന്നെ ഭീഷണിപ്പെടുത്തിയതെല്ലാം തന്നെ ഇവനാണ്. ഈ വേദയുടെ വാക്ക് കേട്ടപ്പോൾ എല്ലാവരും അങ്ങ് സ്തംഭിച്ച് നിന്നുപോയി. വേദയും വിക്രമും ചേർന്ന് ഓരോ സത്യങ്ങൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി നടത്തിയ ആ ഒരു പ്ലാനുകളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ദീപ്തി വരെ അമ്പരന്നു. ശ്രീകാന്ത് ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും വിക്രമിൻ്റെ ഭീഷണിക്ക് മുന്നിൽ അവൻ സത്യങ്ങളങ്ങ് പറയേണ്ടി വന്നു. ശങ്കരനാരായണന് തൻ്റെ മകൻ ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും ആയില്ല. ആ സമയത്താണ് രാജേട്ടൻ്റെ ഫോൺ കോൾ വരുന്നത്. പുളിക്കനെ കിട്ടിയ വിവരം വേദ അറിഞ്ഞു. ഉടനെ തന്നെ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊക്കെ പറയാണ് വേദ. പുളിക്കനെ ശങ്കരനാരായണൻ്റെ മുന്നിലേക്ക് എത്തിച്ചു. അവൻ അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ രക്ഷിക്കണമെന്നൊക്കെ പുളിക്കൻ പറഞ്ഞു കരഞ്ഞു. ഇതോടുകൂടെ തന്നെ ശ്രീകാന്തിൻ്റെ കളി അന്നത്തോടെ അവസാനിച്ചു. ശങ്കരനാരായണൻ അവനെ അടിച്ചിറക്കാനുള്ള അത്രമാത്രം ദേഷ്യത്തിലായിരിക്കും. വാസവൻ കൂടി സത്യം പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ്റെയും ശ്രീകാന്തിൻ്റെയും അവസ്ഥ എന്താവുമെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. വേദ വിക്രമിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്. ശ്രീകാന്തിനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുമ്പോൾ ശങ്കരനാരായണൻ്റെ കൈകൾ ഇങ്ങനെ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഇനി നീ ഈ പടി ചവിട്ടിപ്പോവരുത്, എൻ്റെ മകനായി നീ ജനിച്ചല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു എന്ന അച്ഛൻ്റെ വാക്ക് കേട്ട് ഒരു നിമിഷം ശ്രീകാന്ത് അങ്ങ് തളർന്നുവെങ്കിലും അവൻ്റെ കണ്ണുകളിൽ പക കത്തുകയായിരുന്നു. പുളിക്കൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ വിക്രത്തിനെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസുകളെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. വേദ തൻ്റെ വക്കീൽ കുപ്പായത്തിൻ്റെ കരുത്തിൽ ഓരോ വാദങ്ങളും നിരത്തി വിക്രമിനെ ആ ചങ്ങലകളിൽ നിന്നും മോചിപ്പിച്ചു. വിക്രം കോടതിയുടെ പടികളിറങ്ങി വരുമ്പോൾ വേദ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ നന്ദിയായിരുന്നില്ല, മറിച്ച് തനിക്ക് വേണ്ടി എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ആ ഒരു പെണ്ണിനോടുള്ള അടങ്ങാനാവാത്ത പ്രണയമായിരുന്നു. പക്ഷേ കഥ അവിടെയൊന്നും തീരുന്നില്ലായിരുന്നു. തോറ്റു പിന്മാറാൻ ചന്ദ്രശേഖരൻ ഒരുക്കമല്ല. തൻ്റെ മരുമകനെ അടിച്ചിറക്കിയതിനും തൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർത്തതിനും പകരം ചോദിക്കാൻ തന്നെ അയാൾ ഒരു പുതിയ കെണിയൊരുക്കി. ഒരു രാത്രിയിൽ വേദ കോടതി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്തിന് വിജനമായ വഴിയിൽ വെച്ച് ചന്ദ്രശേഖരൻ്റെ ഗുണ്ടകൾ അവളെ വളഞ്ഞു. പക്ഷേ അവർ പ്രതീക്ഷിക്കാതെ ഒന്ന് അവിടെ സംഭവിക്കുകയായിരുന്നു. ഇരുട്ടിൽ നിന്ന് ഒരു നിഴൽ പോലെ വിക്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു. പഴയ ആ തല്ലിപ്പൊളി വിക്രമായിരുന്നില്ല അത്. തൻ്റെ ഭാര്യയെ തൊടാൻ വരുന്നവൻ്റെ കൈ വെട്ടാൻ മടുക്കാത്ത ഒരു പോരാളിയായിരുന്നു. ഓരോരുത്തരെയും വിക്രം അങ്ങ് തല്ലിച്ചതക്കുമ്പോൾ വേദ ഭയത്തോടെ മറിച്ച് അഭിമാനത്തോടെയാണ് തൻ്റെ ഭർത്താവിനെ നോക്കി നിന്നത്. ഗുണ്ടകളെല്ലാം നിലം പരിശാക്കിയപ്പോൾ വിക്രം വേദയുടെ അടുത്ത് ചെന്നുകൊണ്ട് തന്നെ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. വേദ, നീ എനിക്ക് തന്നത് പുതിയൊരു ജീവിതമാണ്. ഇനി നിന്നെ നോക്കാൻ ഈ വിക്രം മതിയെന്ന് അവൻ പറഞ്ഞപ്പോൾ വേദയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം തന്നെ പൊയ്തു തീർന്നു. വിക്രം പിന്നീട് വാസവന്റെ അടുത്തേക്ക് ചെന്ന് ചന്ദ്രശേഖരന്റെ എല്ലാ കള്ളപ്പണ ഇടപാടുകളും പോലീസിന് കൈമാറി. ദിവസങ്ങൾക്കുള്ളിൽ ചന്ദ്രശേഖരനും ശ്രീകാന്തും അങ്ങ് അഴിക്കുള്ളിലായി. പുളിക്കനിൽ നിന്നും എല്ലാ സത്യങ്ങളും വാസവൻ തിരിച്ചറിയാണ്. തൻ്റെ മകനെ കൊന്നത് ഒരിക്കലും വിക്രമല്ല, അത് ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന സത്യം. വിക്രം നിരപരാധിയാണ് എന്ന സത്യമെല്ലാം തന്നെ വാസവൻ തിരിച്ചറിയും. അതോടുകൂടെ തന്നെ സത്യം മനസ്സിലാക്കിയ വാസവൻ വിക്രമിനോട് വന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇനി മുതൽ തൻ്റെ മകൻ്റെ സ്ഥാനത്ത് വിക്രമിനെ ആയിരിക്കും വാസവൻ കാണുന്നത് എന്ന് പറഞ്ഞതോടുകൂടെ തന്നെ വേദക്കത് വല്ലാത്ത സന്തോഷമായിരിക്കും. കറുത്ത മേഘങ്ങൾ അങ്ങനെ ഒഴിഞ്ഞുപോയ ആ മുറിയിൽ നിലവിളക്കിൻ്റെ വെട്ടത്തിൽ വിക്രമും വേദയും ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയൊരു പുലരി ഉദിക്കുന്നുണ്ടായിരുന്നു. ഇനി ആർക്കും തകർക്കാൻ പറ്റാത്ത വിധം ആ പ്രണയം അങ്ങനെ ദൃഢമായി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.